അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ ഈ ബാംഗ്ലൂരിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ KM ഹബീബ്, സെക്രട്ടറി ഹാരിസ്, അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്ന ബഹുമാന്യ സുഹൃത്ത് ഹാരിസ് ബിനു സലീം, വേദിയിലുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെരീഫ് ഏലാങ്കോട്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഷ്റഫ് വെൽക്കം, സംസ്ഥാന നിർവാഹക സമിതി അംഗം കൂടിയായ ഡോക്ടർ ഷാനവാസ് പറവണ്ണ, അതുപോലെ തന്നെ ഇവിടെ ആമുഖ സംസാരം നിർവഹിച്ച വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും പാലക്കാട് ജില്ലാ സെക്രട്ടറി കൂടിയായ സുഹൃത്ത് റഷീദ് കൊടക്കാട്, വേദിയിലുള്ള ബാംഗ്ലൂരിലെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മറ്റു സജീവരായ സംഘാടകരെ, മൈസൂരിൽ നിന്നും സിദ്ധാപുരത്തിൽ നിന്നും അതുപോലെ തന്നെ മംഗലാപുരത്തു നിന്നുമൊക്കെ ഇവിടെ പ്രതിനിധികളായി എത്തിയ ഈ വേദിയിലുള്ള അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ബാംഗ്ലൂരിലെ മലയാളി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഓൺലൈനിലൂടെ ഈ സമ്മേളനം സാഗൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഫാമിലി കോൺഫറൻസ് ഈ ബാംഗ്ലൂരിലും അതിമനോഹരമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സന്തോഷവേളയിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. എൻ്റെ സംസാരത്തിന് മുമ്പ് ഇവിടെ ഒരു വീഡിയോ കാണിക്കുകയുണ്ടായി. ആ വീഡിയോയിൽ പ്രധാനമായും പീസ് റേഡിയോയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ജമീൽ ആപ്പിനെ കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചത് നിങ്ങൾ കണ്ടു. അതിനെ പച്ചവെള്ളം പോലെ അറിയുന്നവർ ഈ സദസ്സിലുണ്ടാകും, ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാകും. അതെന്താണെന്നും അതോടൊപ്പം തന്നെ അതിനോടൊപ്പം 24 മണിക്കൂറും എന്ന് പറയാവുന്ന രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരും അതിൻ്റെ ഗുണം മനസ്സിലാക്കിയവരും ഒക്കെ ഉണ്ടാവും. എന്നാൽ കുറച്ചെങ്കിലും ആളുകൾ ആദ്യമായി അതിൻ്റെ ആഡ് പരിചയപ്പെടുന്നവരും ഉണ്ടാവാം. അവർ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇത് ലഭിക്കുക എന്ന്. അത് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയി പീസ് റേഡിയോ എന്നടിച്ചാൽ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊരു ആപ്പാണ്. ആ ആപ്പ് 24 മണിക്കൂറും ഇസ്ലാമികമായ വൈജ്ഞാനികമായ കാര്യങ്ങൾ കൊണ്ട് ധന്യമാണ്. അതുപോലെ തന്നെയാണ് ജമീൽ ആപ്പും. ഏത് വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങളും ലഘുലേഖകളും ലഘുകൃതികളും എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരാപ്പാണ് ജമീൽ എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ ആരെങ്കിലും ഇത് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കയറി അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു ബാംഗ്ലൂരിലെ മലയാളി ഫാമിലി കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുകയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വലിയൊരു രക്ഷാപ്രവർത്തനത്തിലാണ് ഈ ബാംഗ്ലൂരിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം, വിവിധങ്ങളായ രക്ഷാപ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ നാട്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കോവിഡ് നമ്മുടെ സമൂഹത്തിൽ വന്നു, ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കി. പിന്നീട് 2-3 പ്രാവശ്യം പ്രളയങ്ങളുണ്ടായി. ആ സമയത്ത് രക്ഷാപ്രവർത്തനങ്ങളുമായി തെക്ക് നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടുമൊക്കെ ആളുകൾ സഞ്ചരിച്ചു. അതെല്ലാം തരണം ചെയ്ത് 2-3 പ്രാവശ്യം നിപ്പ നമ്മളെ ബാധിച്ചു. അത് പോയി എന്ന് വിചാരിച്ചിടത്തുനിന്ന് ഇന്നലത്തോടുകൂടി വീണ്ടും അത് കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്ന വാർത്ത വന്നു. ആ കുട്ടി
മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിലുള്ളത്. അള്ളാഹു ആ കുട്ടിയുടെ കുടുംബത്തിന് അതിൽ ക്ഷമിക്കുവാനുള്ള ഒരു കരുത്ത് അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും അത് മറ്റു സ്ഥലങ്ങളിലേക്ക്, മറ്റാളുകളിലേക്ക് പടരാതെ എത്രയും വേഗം അതിനെ പിടിച്ചു കിട്ടുവാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒട്ടനവധി മഹാമാരികളും പ്രശ്നങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും രോഗങ്ങളും ഒക്കെ മാറിയും മറിഞ്ഞും വന്നപ്പോൾ അതെല്ലാം നേരിട്ടു. അതിനുവേണ്ടി രക്ഷാപ്രവർത്തകന്മാരായി, റെസ്ക്യൂ പ്രവർത്തകന്മാരായി നമ്മളെല്ലാവരും മുന്നോട്ട് വന്നത് നമുക്കറിയാം. ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷവും ഇതുപോലെയുള്ള നമ്മെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവത്തിന് നമ്മൾ സാക്ഷികളായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആ മാലിന്യക്കുഴിയിൽ മുങ്ങിപ്പോയ ജോയി എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ മുഖം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ട്. കുറേ ദിവസം നമ്മൾ അതിൻ്റെ പിന്നാലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജഡം ലഭിക്കാതെ വന്നതിൻ്റെ തെരച്ചിലായിരുന്നു. നാടും നഗരവും മാധ്യമങ്ങളും ജനപ്രതിനിധികളും എല്ലാവരും അതിൻ്റെ പിറകിലായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ഉടനെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കർണാടക സംസ്ഥാനത്തിൽ തന്നെ മറ്റൊരു വെല്ലുവിളി ഉയർന്നു വന്നിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവർ ലോറിയുമായി ഓടിച്ചു പോകുന്ന സമയത്ത് മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിനടിയിൽ ലോറി പെട്ട് അദ്ദേഹത്തെ ഏതാനും ദിവസങ്ങളായിട്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ സന്ദർഭത്തിൽ കൂടി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിലെ അങ്കോളയിലെ ശിരൂർ ദേശീയപാതയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും കർണാടകയുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതുപോലെ തന്നെ അനുബന്ധമായ മന്ത്രിമാരും ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളും നമ്മുടെ കേരളത്തിലുള്ള ഉത്തരവാദപ്പെട്ട എംപിമാരും മറ്റുള്ള ആളുകളുമൊക്കെ ഈ പ്രദേശത്ത് നേരിട്ട് സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. സൈന്യത്തെ വിളിച്ചിരിക്കുന്നു, സൈന്യം വന്നിരിക്കുന്നു. ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലം റഡാറിലൂടെ കാണിച്ച, അവിടെ ഒരു ലോറിയുണ്ട് എന്ന് കാണിച്ച സ്ഥലത്ത് മാന്തി നോക്കുമ്പോൾ കാണാനില്ല. ഇപ്പോഴിനി അത് പുഴയിലേക്കെങ്ങാനും ഒഴുകിപ്പോയിട്ടുണ്ടോ എന്ന ശങ്കയിലാണ് അത് അന്വേഷിക്കുന്ന ആളുകളുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് വലിയ രക്ഷാപ്രവർത്തനമാണ് ഈ സംസ്ഥാനത്ത് പോലും ഈ സന്ദർഭത്തിൽ പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ആ അർജുനിൻ്റെ കുടുംബത്തിൻ്റെ വേദനയിൽ, പ്രയാസത്തിൽ ഈ ഒരു മലയാളി ഫാമിലി കോൺഫറൻസ് ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. എത്രയും വേഗം ആ സഹോദരനെ തിരിച്ചു കിട്ടട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായ പ്രയാസങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന എല്ലാവരുടെയും കൂടെ ഈ ഒരു ബാംഗ്ലൂരിൽ നടക്കുന്ന ഈ സമ്മേളനവും ചേർന്ന് നിൽക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഈ ഗവൺമെൻറ്റിനെ പ്രത്യേകം ഇവിടെ പ്രശംസിക്കേണ്ടതുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അവർ ഈ കാര്യങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലുള്ള ന്യൂനതകൾ ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിൻ്റെ കൊണ്ടുപിടിച്ച പരിശ്രമങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാം അതിനോട് ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ട് മതനിരപേക്ഷതയുടെ പക്ഷത്ത് ഈ സമൂഹത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ, പ്രത്യേകിച്ച് കർണാടക സ്റ്റേറ്റിനെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ കൃത്യമായ പങ്കുവഹിച്ച ഒരു ഗവൺമെൻറ് കൂടിയാണ്, ഒരു സർക്കാർ കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബാംഗ്ലൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നിർഭയമായി നമുക്ക് സംഘടിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിന് നമ്മൾ പ്രത്യേകം നന്ദിയും കടപ്പാടും അതുമായി ബന്ധപ്പെട്ടവർക്ക് കൂടി നമ്മൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നമുക്ക് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു വാർത്ത നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ കർണാടകയിലും പരിസരത്തും പ്രത്യേകിച്ച് ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു ഇത്ര ശതമാനം ആളുകൾ കന്നഡിഗരായ ആളുകൾ തന്നെ അവരെ ജോലിക്കെടുക്കേണ്ടതുണ്ട് എന്ന, അവർക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തണം. നമ്മൾ ഗൾഫിലൊക്കെ കണ്ടിരുന്ന രീതിയിൽ ഒരു നിതാക്കാത്ത സമ്പ്രദായം പോലെ ഇവിടെ ഷോപ്പുകളിലും പ്രത്യേകിച്ച് IT കേന്ദ്രങ്ങളിലുമൊക്കെ ഇവിടെയുള്ള തദ്ദേശീയരെ ഇത്ര ശതമാനം നിർബന്ധമായും പോസ്റ്റ് ചെയ്യണം, അവർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന ഒരു പുതിയ നിയമം കൊണ്ടുവരികയും അത് പ്രതിഷേധത്തെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൽക്കാലം മരവിപ്പിച്ച് നിർത്തുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഒരു പ്രദേശത്ത് നമുക്കറിയാം, ഇവിടെ ഈ ഒരു സിറ്റിയിൽ തന്നെ 55% ആളുകൾ ഇന്ന്
ഈ നാട്ടുകാരല്ല, പുറം നാട്ടിൽ നിന്ന് വന്നവരാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ നാട്ടിലും ആ നാട്ടിലെ യുവാക്കൾക്കും ആളുകൾക്കുമൊക്കെ ജോലി ലഭിക്കണം, അവർക്കിവിടെ സ്വസ്ഥമായി ജീവിച്ചു പോകുവാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് ഏതൊരു ഗവൺമെന്റ് ചിന്തിച്ചാലും അത് തെറ്റാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ നമുക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് മറ്റു വിദേശ രാജ്യങ്ങളെപ്പോലെ ഉള്ളൊരു സാഹചര്യമല്ല കർണാടകയിലും കേരളത്തിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശും ഛത്തീസ്ഗഡിലും അങ്ങനെയുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലുമൊന്നും. ഇത് നമ്മുടെ രാജ്യമാണ്, ഇത് ഇന്ത്യയാണ്, ഇതൊരൊറ്റ രാജ്യമാണ്. ഇവിടെയുള്ള ഇന്ത്യക്കാരായ ആളുകൾക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലേക്ക് പോകുവാനും ജോലി ചെയ്യുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുവാനും സമ്പത്ത് സമ്പാദിക്കുവാനും അവിടെ താമസമാക്കുവാനും ഒക്കെ സാധ്യമാകുന്ന ഒരു വിശാലമായ ഒരു മനസ്സ്, നാം ഭാരതീയരാണ്, നാം ഇന്ത്യക്കാരാണ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സംസ്ഥാനങ്ങൾ മുഴുവനും വരികയാണ് വേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലും തന്നെ കേരളത്തിലെ ഒട്ടനവധി മേഖലകളിൽ നിന്ന് തൊഴിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. അവരോട് ഒരു അസ്പൃശ്യതയും നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ കാണിക്കാറില്ല, നമ്മുടെ മലയാളികൾ കാണിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഈ ബാംഗ്ലൂരിലും സിറ്റിയിലുമൊക്കെ അനവധി മലയാളികൾ ജീവിതോപാധികളുമായി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെയും തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു ചരിത്രമാണ് ഈ നാടിനും നഗരിക്കും മരണകർത്താക്കൾക്കും ഒക്കെ ഉള്ളത്. അത് ഇനിയും അതുപോലെ തന്നെ തുടർന്നു കൊണ്ടുപോകുവാൻ ഈ സർക്കാർ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഈ ഒരു സമ്മേളനം ഈ സർക്കാരിന്റെ മുമ്പിൽ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി രക്ഷാപ്രവർത്തനങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിലും നടക്കുമ്പോൾ ആ രക്ഷാപ്രവർത്തനങ്ങളെക്കാളും ഞാനതിനെ ചെറുതായി കാണുകയല്ല, അതിൻ്റെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന വലിയൊരു രക്ഷാപ്രവർത്തനമാണ് ഈ ഒരു ബാംഗ്ലൂരിലെ പ്രവർത്തകന്മാർ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഫാമിലി കോൺഫറൻസിലൂടെ സംഭവിക്കുന്നത്. ഞാൻ ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം ഇവിടെ ആമുഖ സംസാരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ എപ്പോഴാണ് മരണപ്പെടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏത് സമയത്തും നമ്മൾ മരിച്ചു പോകാം. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്കെന്റെ സംസാരം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് ആർക്കാണ് ഉറപ്പ് പറയാൻ കഴിയുക? അപ്പോൾ എന്താണ് മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്? അത് ഈ ലോകത്തല്ല, നാളെ പരലോകത്താണ്. മരണശേഷമുള്ള ജീവിതമാണ് വല്ലാഹിറത്തു ഖൈറുൻ വ അബ്ഖാ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോക ജീവിതമാകുന്നുവെന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമായി നമ്മൾ മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് അല്പം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പരാധീനതകളും ഒക്കെ നമ്മൾ അനുഭവിച്ചാലും നമുക്ക് യഥാർത്ഥത്തിൽ മോക്ഷം ലഭിക്കേണ്ടത്, രക്ഷ ലഭിക്കേണ്ടത് മരണാനന്തര ജീവിതത്തിലാണ്. ആ സ്വർഗം ലഭിക്കണമെങ്കിൽ നാം വിശ്വസിക്കേണ്ട ചില വിശ്വാസങ്ങളുണ്ട്. അവിടെയുള്ള കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നാം വർജിക്കേണ്ട ചില ദുർഗുണങ്ങളുണ്ട്. അത് എന്താണ് എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ റെസ്ക്യൂ പ്രവർത്തനമാണ്, ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമാണ്. ആ രക്ഷാപ്രവർത്തനമാണ് ഈ ഫാമിലി കോൺഫറൻസിലൂടെ യഥാർത്ഥത്തിൽ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു, ഈ ഫാമിലി കോൺഫറൻസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ മാത്രം സംഘടിപ്പിക്കുന്നതല്ല, മറിച്ച് കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒട്ടുമിക്ക ജില്ലകളിലും, ഇനി 2 ജില്ലകളിൽ മാത്രമേ അത് നടക്കാനുള്ളൂ, ബാക്കി എല്ലാ ജില്ലകളിലും അത് പൂർത്തിയായി. അതോടൊപ്പം തന്നെ GCC രാഷ്ട്രങ്ങളിൽ കുവൈത്തിലും ഖത്തറിലും അത് കഴിഞ്ഞു. സൗദി അറേബ്യയിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, നമ്മുടെ വിശ്വാസ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് ഒരു കുടുംബം എന്ന യൂണിറ്റ് കൃത്യമായി അച്ചടക്കത്തോടുകൂടി നിലനിൽക്കുക എന്നതാണ്. ആ ഫാമിലി സെറ്റപ്പ് നിലനിന്നാൽ മാത്രമേ വിശ്വാസ സംരക്ഷണത്തിലൂടെ കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ സമൂഹത്തെ സുസംഘടിതമായി, സുരക്ഷിതമായി, സമാധാനപൂർവമായി നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഫാമിലി കോൺഫറൻസ് എന്ന പേരിൽ എല്ലാ ഇടങ്ങളിലും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. എന്താണ് ഈ ഫാമിലി കോൺഫറൻസിന്റെ പിന്നിലുള്ള ലക്ഷ്യം? കുടുംബമെന്ന സാമൂഹ്യ സ്ഥാപനത്തെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. ഒരു സമൂഹം നശിക്കാൻ കുടുംബം ശിഥിലമായാൽ മതി. കുടുംബം ശിഥിലമാകാൻ വിവാഹത്തെ ഇല്ലാതാക്കിയാൽ മതി.
വിവാഹമില്ലാതാക്കാൻ സ്ത്രീ പുരുഷ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി. ഇമ്പമുള്ള ഒരു ഇടമല്ലാതായി മാറിയിരിക്കുന്നു ഇന്ന് നമ്മുടെ കുടുംബരംഗങ്ങൾ എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 10 മുറികളുള്ള വീട്ടിലും മാതാപിതാക്കളെ തനിച്ചാക്കി ഏക മകൻ വാടകയ്ക്ക് താമസിക്കുന്ന രംഗങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ആരുടെയും ഇടപെടലില്ലാതെ സ്വകാര്യമായ സ്വർഗം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ജീവിതങ്ങൾ. എന്നിട്ടും അവർക്കിടയിൽ പലപ്പോഴും നരകം കടന്നു വരുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്നാണ് പുതിയ മുദ്രാവാക്യം. ത്യാഗത്തിലധിഷ്ഠിതമായിരുന്ന കുടുംബ ബന്ധങ്ങൾ പണാധിപത്യത്തിന്റെ പളപ്പിൽ ഇന്ന് മയങ്ങി വീണുകൊണ്ടിരിക്കുകയാണ്. ആർഭാടങ്ങളുടെ കൂട്ടിക്കിഴിക്കലുകളിൽ കുടുംബങ്ങളെ കമ്പോള രാജാക്കന്മാരാണ് ഇന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതിരില്ലാത്ത ആകാശം പോലെ ആർഭാടമോഹങ്ങൾ ഇന്ന് നാൾക്കുനാൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കടക്കുഴിയിൽ സ്വയം ഇറങ്ങി അതിൽ നിന്ന് കയറി വരാൻ പറ്റാത്ത ഒരു വിധം ഇന്ന് കൂട്ട ആത്മഹത്യകളിലേക്ക് കുടുംബങ്ങൾ പോലും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ മാനാഭിമാനങ്ങൾ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചാണെന്ന് ശക്തമായി വിശ്വസിപ്പിക്കാൻ പോന്ന വിദേശ കമ്പോള ആധിപത്യം ഇന്ന് നമ്മുടെ നാടുകളിലും എത്തിക്കഴിഞ്ഞതിന്റെ അനവധി ഉദാഹരണങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. കുടുംബങ്ങളിൽ അസംതൃപ്തിയുടെ വിത്ത് വിതക്കാൻ കമ്പോളവൽക്കരണത്തിന് ഇന്നൊരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. ഭൗതികത ആത്മീയതയെ പുകച്ച് പുറത്തു ചാടിക്കുന്നതിന്റെ വിവിധ ദൃശ്യങ്ങളും അനുഭവങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബം വെറും കല്ലും മണ്ണും സിമന്റും കമ്പികളും കൊണ്ട് രൂപം നൽകിയ വെറും ഒരു അസ്ഥികൂടമായി ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആത്മാവ് നഷ്ടപ്പെട്ട കല്ലറകളായി പല കുടുംബങ്ങളും ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിവാഹരംഗത്ത് കടന്നു വന്ന പുതിയ വീക്ഷണങ്ങൾ പുതിയ ജനറേഷനെ ഇന്ന് വൻതോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് ഈ ബാംഗ്ലൂരിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല. അതിൻ്റെ എല്ലാ നേർക്കാഴ്ചകളും ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു സിറ്റി കൂടിയാണ് ഈ ബാംഗ്ലൂർ സിറ്റി എന്നത്. ഈ പുതിയ തലമുറയിലേക്ക് വിശ്വാസരംഗത്തുള്ള ആ അധമത്വങ്ങൾ എത്രത്തോളം കടന്നു വന്നിട്ടുണ്ട്, വിവാഹരംഗത്തേക്ക് എന്തൊക്കെ തെറ്റായ കാഴ്ചപ്പാടുകൾ കടന്നു വന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹം വേണ്ട എന്ന ഒരു നിലപാട് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വിവാഹം വേണമെങ്കിൽ തന്നെ അത് അല്പം പ്രായമായിട്ട് മതി എന്നാണ് ഇന്ന് പുതിയ തലമുറ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു എന്നതിൻ്റെ ആഴങ്ങളിലേക്കാണ് ഞാൻ ഇവിടെ വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഇണ പെണ്ണായി കൊള്ളണമെന്നില്ല, ഇണ ആണായി കൊള്ളണമെന്നില്ല. ലെസ്ബിയൻ, ഗേ എന്നൊക്കെ പേരിലുള്ള പുതിയ സാങ്കേതിക പദങ്ങളിൽ പൊതിഞ്ഞുകൊണ്ട് പുതിയ തത്വശാസ്ത്രങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആൺ പെൺ വ്യത്യാസം ഇനി വേണ്ടതില്ല, അവരുടെ വേഷങ്ങൾ ഒന്നായാൽ ഒരു കുഴപ്പവുമില്ല എന്നുള്ള കാഴ്ചപ്പാടുകൾ കടന്നു വരുന്നു. ആണും പെണ്ണും മിങ്കിൾ ചെയ്യുക എന്നത് അത് തെറ്റാണെന്ന് പറയുന്നതാണ് ഇന്ന് ഏറ്റവും വലിയ തെറ്റായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ് എന്ന വാക്കിൽ എല്ലാം ഹലാലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ആണും പെണ്ണും ഇസ്ലാമികമായ അതിർത്തികളെല്ലാം ലംഘിച്ചുകൊണ്ട് കടന്നു പോകുമ്പോഴും ഇത് ശരിയാണോ, ഈ പോക്ക് ശരിയാണോ എന്നാരെങ്കിലും ഒന്ന് നിഷ്കളങ്കമായി ചോദിച്ചാൽ ആ പെൺകുട്ടി തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നത്, ഞങ്ങൾ തോളിൽ പിടിച്ച് ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് പോകുന്നതിന് നിങ്ങൾക്കെന്താണ് കുഴപ്പം? ഞങ്ങൾ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമാണ്, നോക്കുന്ന നിങ്ങളുടെ കണ്ണിനാണ് കുഴപ്പം എന്ന് തിരിച്ചു ചോദിക്കുന്ന പെൺകുട്ടികളെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനധികം പെൺകുട്ടികൾ ആൺകുട്ടികളെ വലവീശി പിടിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഒളിച്ചോട്ടം എന്ന് പല കുടുംബങ്ങളിലും ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. പ്രണയ കൊലപാതകങ്ങൾ ഇന്ന് കേരളത്തിൽ ആഴ്ചകൾ തോറും നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. ഇനി ലിവിങ് ടുഗദർ മതി, ഇനി വിവാഹം വേണ്ട, എപ്പോൾ വേണമെങ്കിലും ഒരുമിച്ച് ചേരാം, എപ്പോൾ വേണമെങ്കിലും ബന്ധങ്ങൾ അവസാനിപ്പിക്കാമെന്ന ഒരു ലിബറലിസത്തിന്റെ അവസ്ഥയിലേക്കാണ് ഇന്ന് വിവാഹരംഗങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഇന്ന് കൊറിയൻ മ്യൂസിക്കുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് BTS എന്ന് പറയുന്ന സംവിധാനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അങ്ങ് കൊറിയയിലേക്ക് പോകാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന കുട്ടികൾ പോലും അതിന് തയ്യാറായി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പഠിക്കാനും ജോലിക്കും വേണ്ടി മാത്രമല്ല, അവിടെ സ്ഥിരതാമസത്തിന് വേണ്ടിയാണ് എന്നത് ഇന്ന് നമ്മുടെ മലയാളക്കരയിൽ വലിയ ചർച്ചയാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പിന്നെ തിരിച്ചു വരാത്ത വിധം അവിടെ താമസമാക്കുന്നു എന്ന ചോദ്യം സാമൂഹ്യ ശാസ്ത്ര പഠന രംഗത്ത് ഇന്ന് വലിയൊരു പഠന മേഖലയാണ്. അതൊക്കെ ഈ ഫാമിലി കോൺഫറൻസ് അഡ്രസ് ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങളുടെ ഉള്ളടക്കങ്ങൾ അതിൻ്റെയൊക്കെ ഉള്ളിലുണ്ട്. ആഘോഷത്വര, എന്തിനേയും ആഘോഷമാക്കുന്ന സാഹചര്യം ഇന്ന് ജീവിക്കുന്നത് തന്നെ റീൽസ് എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കുന്നു. റീൽസ് എടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇന്ന് അതിസാഹസികത കാണിച്ച് മരണത്തിന്റെ കയങ്ങളിലേക്ക് വീണുപോയതിന്റെ നേർക്കാഴ്ചകൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പത്രങ്ങളിലൂടെ കണ്ടു. ഈ കഴിഞ്ഞ ദിവസമാണ് മലക്ക് മുകളിൽ കയറി റീൽസിന് വേണ്ടി ഡാൻസ് ചെയ്ത ഒരു പെൺകുട്ടി അതിന്റെ താഴെയിലേക്ക് വീണുകൊണ്ട് മരിച്ചത്. അതുപോലെ തന്നെ ട്രെയിനിന് മുകളിൽ കയറി ആ ഷോക്കേറ്റ് മരണപ്പെട്ട ആൺകുട്ടികളെ നമ്മൾ കണ്ടു. വെള്ളച്ചാട്ടത്തിലേക്ക് വീണുകൊണ്ട് മരിച്ച ചെറുപ്പക്കാരെ നമ്മൾ കണ്ടു. അതേ ജീവിതം എന്ന് പറഞ്ഞാൽ റീൽസിന് വേണ്ടിയാണ്, ഒരു 30 സെക്കൻഡിന് വേണ്ടിയാണ്. എന്ത് ചെയ്തിട്ടായിരുന്നാലും വേണ്ടില്ല, മറ്റുള്ളവരുടെ ശ്രദ്ധ എന്നിലേക്ക് കൊണ്ടുവരാൻ ഏത് അഭ്യാസവും കാണിക്കാമെന്ന വളരെ നൈമിഷികമായ ലക്ഷ്യമായി ജീവിതത്തിന്റെ ലക്ഷ്യം തലകുത്തി വീണിരിക്കുന്നുവെന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഇന്നൊരു വലിയ സൗകര്യമാണ്, ആശയവിനിമയത്തിന് വലിയ സൗകര്യമാണ്. പക്ഷേ ഇന്ന് ബാംഗ്ലൂർ സിറ്റിയിൽ റോഡുണ്ട്, അതുപോലെ തന്നെ മെട്രോ ട്രെയിനുകളുണ്ട്, വിമാനങ്ങളുണ്ട്, ഗതാഗതത്തിന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. റോട്ടിലിറങ്ങിയാൽ ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും ഗതാഗത കുരുക്കാണ്, ട്രാഫിക് ബ്ലോക്കാണ്. എന്താ സംഭവിച്ചത്? ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചു, വാഹനങ്ങൾ വർദ്ധിച്ചു, പക്ഷേ ഗതാഗതം മാത്രം നടക്കുന്നില്ല. എല്ലാവരും റോട്ടിൽ പെട്രോളും കത്തിച്ച് കാത്തു നിൽക്കുന്ന, സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഇതുപോലെ മൊബൈൽ ഫോൺ വന്നതോടുകൂടി, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വന്നതോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചു. ആരോടും എവിടെ ഇരുന്നു കൊണ്ടും സംസാരിക്കുവാൻ ഇന്നൊരു പ്രയാസവുമില്ല. ആ സാഹചര്യമുണ്ട്. പക്ഷേ ഇൻഫർമേഷൻ ബ്ലോക്കാണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വിൻഡോസ് പണിമുടക്കിയപ്പോൾ ഇന്ന് വിമാന കമ്പനികൾ പകച്ചു നിൽക്കുകയാണ്, വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നിരിക്കുകയാണ്. ഈ IT ഹബ്ബായ ഈ ബാംഗ്ലൂർ സിറ്റി പോലും അതിന്റെ പേര് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇൻഫർമേഷൻ നിലച്ചു പോകുന്നു. ഓരോരുത്തരും അവനവനിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ, നിനക്കുണ്ടൊരു ലോകം, എനിക്കുണ്ടൊരു ലോകം, എന്നാൽ നമുക്കില്ല ഒരു ലോകം എന്ന് പറഞ്ഞതുപോലെ, ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും, കുടുംബങ്ങൾ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ പോലും പരസ്പരം ഉപ്പയും ഉമ്മയും സഹോദരനും സഹോദരിയും തമ്മിൽ സംസാരിക്കുന്നില്ല. എല്ലാവരും അവനവന്റെ വാട്സപ്പിൽ അവനവന്റെ ഫോണിലേക്ക് തലപൂഴ്ത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇന്ന് നമ്മൾ സമൂഹത്തിലെ ഒരു വെല്ലുവിളികളായി ഉയർന്നു നിൽക്കുകയാണ്. ലഹരി, സിന്തറ്റിക് ലഹരികൾക്ക് വഴിമാറിയതോടുകൂടി ആ രംഗത്തുണ്ടാകുന്ന അഡിക്ഷനുകളും പ്രശ്നങ്ങളും ഇന്ന് നമ്മൾ പറയുകയും വേണ്ട. അതുപോലെ തന്നെ സാമ്പത്തികമായ രംഗത്ത് യാതൊരു തത്വദീക്ഷയുമില്ലാതെ മുന്നോട്ട് പോയതിന്റെ പേരിൽ ഇന്ന് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഓരോ കുടുംബത്തിന്റെയും തലയിൽ ലക്ഷങ്ങളുടെ ബാധ്യതകൾ കടന്നുകൂടുകയും അവസാനം ആത്മഹത്യകളിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടാകുന്നു. ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് എങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറകൾ പരിശോധിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ കടന്നു വരും. ഞാൻ പറയുന്നത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നതാണ്. ഫാമിലി കോൺഫറൻസ് ചോദിക്കുന്നത് ഇതെന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുവെന്നതാണ്. ഇതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല, ഇതൊരു സുപ്രഭാതത്തിൽ വെറുതെ ഉണ്ടാകുന്നതല്ല. ഇതൊക്കെ കൃത്യമായി ഇതിൻ്റെ പിന്നിൽ ചില ആശയങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ ആശയത്തിന്റെ വലക്കണ്ണികൾക്കുള്ളിൽ, ആ വലക്കണ്ണികളുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ കുരുങ്ങിയിരിക്കുകയാണ് എന്ന ബോധ്യവുമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ഇതിന്റെ പിന്നിലുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് യോളോ എന്ന പേരിൽ ഇന്ന് ചെറുപ്പക്കാർ #, ഉപയോഗിക്കുന്ന ഒരു പദമാണ് യോളോ എന്ന്. എന്താ അതിന്റെ അർത്ഥം? യു ഓൺലി ലീവ് വൺസ് എന്നാണ്.
നിനക്കൊരു ജീവിതം മാത്രമേയുള്ളൂ, നീ ഇവിടെ ഒരു ഒറ്റ പ്രാവശ്യമേ ജീവിക്കുകയുള്ളൂ, ഇനി നിനക്ക് ജീവിതമില്ല. നിഹിലിസം എന്ന പേരിൽ മറ്റൊരു ഹാഷ്ടാഗ് കാണാൻ പറ്റും. എന്താ അതിൻ്റെ അർത്ഥം? അത് തന്നെയാണ്, ഈ ലോകമാണ് നിനക്ക് അടിച്ചു പൊളിക്കാനുള്ളത്, അതോടുകൂടി ജീവിതം അവസാനിച്ചു എന്നാണ്. മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് എന്ന പുതിയ ആശയം. എന്താണ് അതിൻ്റെ അർത്ഥം? കുറച്ചു കാലേ ജീവിതമുള്ളൂ, അത് അടിച്ചു പൊളിച്ചോ. അതാണ് റീൽസിന് വേണ്ടി 30 സെക്കൻഡിന് വേണ്ടി പലരും മരിച്ചു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ ആശയങ്ങൾ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരിലേക്ക്, പുതുതലമുറയിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന പുതിയ കാഴ്ചപ്പാട്. അതായത് സാധാരണ ലേബർ റൂമിൻ്റെ മുമ്പിൽ നമ്മൾ കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടാൽ കുഞ്ഞിനെയും മലർത്തിപ്പിടിച്ച് നേഴ്സ് വരുമ്പോൾ നമ്മൾ ഉടനെ ചോദിക്കും, കുട്ടി ആണാണോ പെണ്ണാണോ എന്ന്. ഒന്നുകിൽ ആണെന്ന് പറയും, അല്ലെങ്കിൽ പെണ്ണെന്ന് പറയും. പക്ഷേ ഇനി മുതൽ അങ്ങനെ പറയേണ്ടതില്ല എന്നാണ്. ബൈ ബർത്തിൽ ഒരാളുടെ ജെൻഡർ തീരുമാനമാകുന്നില്ലത്രേ. പിന്നെ എപ്പോഴാണ് തീരുമാനമാകുക? ആ കുട്ടി വളർന്ന് വികസിച്ചു വന്ന ശേഷം പിന്നെ അവൻ തീരുമാനിക്കണത് എൻ്റെ ജെൻഡർ സ്ത്രീയാണോ പുരുഷനാണോ അതോ അതൊന്നുമല്ലാത്തതാണോ എന്ന്. അയാൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതാണ് അയാളുടെ ജെൻഡർ. അതാണ് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന പുതിയ വാദം. ജെൻഡർ പൊളിറ്റിക്സിലൂടെ കടത്തിക്കൊണ്ടുവന്ന പുതിയ വാദം, പാശ്ചാത്യൻ ലോകം കടിച്ചു ചവച്ചു തുപ്പിയ ഒരു പുതിയ മാലിന്യം. അതാണ് വീണ്ടും നമ്മുടെ സമൂഹം പ്രബുദ്ധതയുണ്ടെന്ന് പറയുന്ന മലയാളി സമൂഹം വീണ്ടും വായിലേക്കിട്ടുകൊണ്ട് കടിച്ചു ചവച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെയൊക്കെ എന്ത് സംഭവിക്കുന്നു? മനുഷ്യന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെയാണ് LGBTQ ആക്ടിവിസം തന്നെ വളരെ വലിയ രീതിയിൽ കടന്നു വരികയും അത് നിയമ പീഠങ്ങളെപ്പോലും സ്വാധീനിക്കുകയും അവർക്ക് അനുകൂലമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമാണ് 377 വകുപ്പ് ഒഴിവാക്കിയത്. സുപ്രീം കോടതിയിൽ പുതിയ ഡിക്ഷണറികൾ, പുതിയ വാക്കുകളുടെ ഡിക്ഷണറി വന്നത് സ്വവർഗ വിവാഹം അംഗീകരിക്കണമെന്ന വാദങ്ങൾ ഉണ്ടായത്. ഹെറ്ററോനോർമേറ്റിവിറ്റി അല്ല, ഇനി ഹോമോസെക്ഷുവാലിറ്റിയാണ്, അതിലധിഷ്ഠിതമായ ഒരു ജീവിത രീതിയാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോലും ട്വീറ്റ് ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രവുമല്ല, പാഠപുസ്തകം രചനയുടെ ചർച്ചകൾ നടന്നപ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നിയമസഭക്കകത്ത് കൊടുത്ത മറുപടിയിൽ, എഴുതി വായിച്ച മറുപടിയിൽ പോലും പറഞ്ഞത് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാകുന്നു എന്നതാണ് സർക്കാരിൻ്റെ നയമെന്നാണ്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇനി ഒരു 10, 15, 20 വയസ്സായ ശേഷം ഒരാണ് പറയാണ് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ അവനെ അന്ന് മുതൽ പെണ്ണായി പരിഗണിക്കണമെന്നാണ്. അതാണ് കോഴിക്കോട് നിങ്ങൾ പത്രവാർത്ത കണ്ടില്ലേ? ഒരു സ്ത്രീ അവളുടെ സ്ഥാനം മുറിച്ച് അവള് ആണായി പ്രഖ്യാപിച്ചു. അങ്ങനെ അല്പകാലം മുന്നോട്ട് പോയപ്പോൾ അവൾ ഗർഭിണിയായി. കാരണം ഗർഭപാത്രം എടുത്ത് ഒഴിവാക്കിയിട്ടില്ല. ഗർഭിണിയായെന്ന് മാത്രമല്ല, പ്രസവിച്ചപ്പോൾ വഷളാകുകയാണ് ചെയ്തത്. ആണ് പ്രസവിക്കാൻ പാടില്ലല്ലോ, പക്ഷെ വീണത് വിദ്യയാക്കുക, തോണി മറിഞ്ഞാൽ അതിന്റെ പുറമാണ് നല്ലത് എന്ന് പറഞ്ഞതുപോലെ പിന്നെ മാധ്യമങ്ങൾ ആഘോഷിച്ചത് എന്താ? ആണ് പ്രസവിച്ചേ. അത്ഭുതമായ ഒരു വാർത്തയായി, അത്ഭുത വാർത്തയായി പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. അത് പൊക്കിപ്പിടിച്ച് നടക്കുകയാണ് മലയാളികൾ ചെയ്തത്. ചാനൽ അവതാരകന്മാർ വെച്ച് ചർച്ച നടത്തുകയാണ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനെയുള്ള ഒരു സാമൂഹ്യ ഘടനയിലേക്ക് നമ്മുടെ കുടുംബത്തിന്റെ അലകും പിടിയും തട്ടും തറയും തെരിപ്പണമാക്കുന്ന അപകടകരമായ സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ അധികാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇതിന്റെ ഒരുപാട് അനുരണനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തിരുവനന്തപുരത്ത് ഒരു ബെഞ്ച് മുറിച്ച വിവാദം നമ്മൾ കണ്ടു. ലെസ്ബിയൻ വിവാഹം നമ്മുടെ മലപ്പുറം ജില്ലയിൽ പോലും നടന്നു. അതുപോലെ തന്നെ പാഠ്യപദ്ധതിയിൽ ഇത് കടത്തിക്കൊണ്ടുവന്നു. കുടുംബശ്രീ കുറിപ്പുകളിലൂടെ വന്നു. NSS ക്യാമ്പുകളിലൂടെ സമദർശൻ എന്ന ഒരു പ്രത്യേക പദ്ധതിയിലൂടെ നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്ന അവസ്ഥയുണ്ടായി. ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ? ലിബറലിസത്തിലൂടെ മതനിരാസത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോവുക എന്നതാണ്. ഒരാൾ പറയണത് ദൈവമൊന്നുമില്ല, പടച്ചോനൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയണം, നിരീശ്വരവാദമാണ് ശരി എന്ന് പറഞ്ഞാൽ അധികം മതവിശ്വാസികൾ അതിന് കിട്ടൂല. അപ്പം എന്ത് ചെയ്യുക? ഒന്ന് വളച്ച് തിരിച്ചു പറയാം. മതം എന്തൊക്കെ അരുതുകൾ വെച്ചിട്ടുണ്ടോ ആ അരുതുകളെയൊക്കെ ആദ്യം പൊളിച്ചു കളയാം. അതിൽ പ്രധാനപ്പെട്ടതാണ് വിവാഹം. വിവാഹത്തിൽ മതം പറഞ്ഞത് എന്താ? ആണ് പെണ്ണിനെ കല്യാണം കഴിക്കണം. ഒരിക്കലും ആണും തമ്മിലും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല. അത് മതത്തിൻ്റെ നിയമമാണ്. ആ നിയമത്തെ എന്ത് ചെയ്യുക?
ഇങ്ങനെയുള്ള കുറേ തത്വശാസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അത് പൊളിക്കുക. അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കാൻ പാടില്ല, മതത്തിൻ്റെ കൽപ്പനയാണ്. എന്നാൽ മൈ ബോഡി മൈ റൈറ്റ് എന്നുള്ള ആശയം സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, അതുകൊണ്ട് എൻ്റെ ഹൃദയവും എൻ്റെ പാൻക്രിയാസും അടിച്ചു പോയാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? കാരണം എൻ്റെ ബോഡി എൻ്റെ അവകാശമല്ലേ. ഈ വിശ്വാസം വെച്ചിട്ടാണ് എന്ത് ലഹരി ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ. വിവാഹം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രണയത്തിലൂടെ ആകാൻ പാടില്ല, പക്ഷേ പ്രണയത്തിന് എല്ലാവിധ ലൈസൻസും കൊടുക്കുക. പിന്നെയോ 18 വയസ്സായാൽ ഞാൻ പിന്നെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞു, പിന്നെ മാതാപിതാക്കൾ പറഞ്ഞൊന്നും കേൾക്കേണ്ട കാര്യമില്ല, ഈ ആശയം പ്രചരിപ്പിക്കുക. ഇങ്ങനെ പുതിയ തലമുറയിൽ ഇതുപോലുള്ള ആശയങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാമികമായ മതപരമായ നിയമങ്ങളിൽ നിന്ന് അവരെ പുറകോട്ട് കൊണ്ടുപോവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? പള്ളിക്കത്തെ മൗലവി വന്നിട്ട് പറയും, മോളെങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണ്, ഇത് നമ്മുടെ ദീന് നിരോധിച്ചതാണ്, ഇതിന് കുറ്റം കിട്ടും. അപ്പോൾ എന്തു പറയും? അങ്ങനെ ഞാൻ ഈ ചെയ്യുന്ന കാര്യം ദീനിൽ തെറ്റാണെങ്കിൽ ആ ദീൻ എനിക്ക് വേണ്ട. വിഷയം മനസ്സിലായോ? അതാണ് ലിബറലിസത്തിലൂടെ മതനിരാസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ഈ സമുദായ മക്കളെ കൊണ്ടുപോകുവാനുള്ള ചതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മിശ്ര വിവാഹത്തിലൂടെ മതരഹിത സമൂഹത്തിലേക്ക് കൊണ്ടുപോവുക. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ പറയണത് എന്താ അറിയോ? നിങ്ങൾ 2 മതക്കാർ തമ്മിൽ കല്യാണം കഴിച്ചാൽ മതം മാറാൻ പാടില്ല എന്ന്. ഒരു ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിച്ചു, അവർ ഹിന്ദു ആയിട്ട് തന്നെ പുരുഷൻ ജീവിക്കുക, സ്ത്രീ മുസ്ലിമായിട്ട് തന്നെ ജീവിക്കുക, മതം മാറരുത്. എന്താ കാര്യം? അവർക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ഏത് മതമനുസരിച്ച് ജീവിപ്പിക്കണമെന്ന കൺഫ്യൂഷൻ ഈ രക്ഷിതാക്കൾക്ക് വരും. അച്ഛൻ പറയുന്നത് ഹിന്ദുവായി വളരട്ടെ, അമ്മ പറയുന്നത് മുസ്ലിമായി വളരട്ടെ. അപ്പോൾ അവരിടയിൽ ഒരു സമവായം ഉണ്ടാകും. എന്താണ് ആ സമവായം? എന്നാൽ 2 മതം അനുസരിച്ചും ജീവിക്കേണ്ട, കുട്ടി സ്വതന്ത്രമായി ജീവിക്കട്ടെ, മതരഹിതമായി ജീവിക്കട്ടെ. അവൻ്റെ പേരിടുന്നത് മുതൽ പിന്നെ ഒരു മതത്തിൻ്റെ ആളാണ് എന്ന് തോന്നാത്ത രീതിയിലായിരിക്കും അവൻ്റെ പേരും അവൻ്റെ വേഷവും അവൻ്റെ പഠനവും അവൻ്റെ മുന്നോട്ട് പോക്കും എല്ലാം. അപ്പം ആ കുട്ടി പിന്നെ ഒരു മതവും ഇല്ലാത്ത കുട്ടിയായിട്ടാണ് വളരുക. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ അടുത്ത ഒരു തലമുറ ഒരു മതരഹിത തലമുറയായിട്ട് മാറും. മറിച്ച് മിശ്ര വിവാഹത്തിലൂടെ കല്യാണം കഴിച്ച ആളുകളാണെങ്കിലും അവർ മതം മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർക്കുണ്ടാകുന്ന കുട്ടികളും ഏതെങ്കിലും ഒരു മതത്തിലുള്ള കുട്ടികളാവും. വിഷയം മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഇങ്ങനെ മിശ്ര വിവാഹത്തിലൂടെ ഒരു മതരഹിത സമൂഹത്തിലേക്ക്, സമൂഹ നിർമ്മിതിയിലേക്ക് ഇന്ന് ബോധപൂർവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമൂഹത്തെ എല്ലാ ഉളുപ്പുകളും ഇല്ലാതെയാക്കി അവരെ ആണും പെണ്ണും കൂടിയാടി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനാണ് നൈറ്റ് ലൈഫുകൾ എല്ലാ കേന്ദ്രങ്ങളിലും കൊണ്ടുവരുന്നത്. ഈ ബാംഗ്ലൂർ പോലെയുള്ള സിറ്റികളുടെ പല ഭാഗങ്ങളിലും നൈറ്റ് ലൈഫുകൾ ഉണ്ട്. അതുപോലെയാകണം ഇനി നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. മാനവീയം വീതി എന്ന് പറഞ്ഞ് നമ്മുടെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു വീതി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെയുള്ള വീതികൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകണമെന്നാണ്. മലപ്പുറം ജില്ലയിൽ പോലും ഉണ്ടാകണമെന്ന് വാദിച്ചു, കൊണ്ടോട്ടിയിൽ ഉണ്ടാകണമെന്ന് വാദിച്ചു. ആ അവസ്ഥയിലേക്ക് വരെ സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഈ സമൂഹത്തിൽ കൃത്യമായ ചില ആശയങ്ങളിലൂടെ ആശയങ്ങൾ അടിച്ചു കയറ്റിയിട്ടാണ് ഈ തലമുറയെ ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് ഈ ഫാമിലി കോൺഫറൻസ് തിരിച്ചറിയേണ്ട 2ാമത്തെ കാര്യം. ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് യാദൃച്ഛികമല്ല, ഇതിൻ്റെ പിന്നിൽ ചില ആശയങ്ങൾ ഉണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ഇതിന് പരിഹാരം? ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് മനുഷ്യനെ നിയന്ത്രിക്കാൻ മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ സ്രഷ്ടാവിലേക്ക് മടങ്ങുകയല്ലാതെ, ഈ ധാർമ്മികതയിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറാ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായ വഴിയിലേക്ക് നിങ്ങളെ മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ എന്നാണ്. അതായത് ഏതാണ് സത്യം, ഏതാണ് അസത്യം, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം എന്ന് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വിശുദ്ധ ഖുർആനിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ്. കാരണം എന്താ? ഇപ്പം നമ്മളെ ഈ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ വിവിധങ്ങളായ ഇലക്ട്രോണിക് സാധനങ്ങൾ, IT സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നഗരിയാണ് ഇവിടെ.
അത് കേടുവന്നാൽ അത് നന്നാക്കാനുള്ള മാർഗം എന്താ? അതിൻ്റെ കൂടെ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാവും. അവരുടെ മാനുഫാക്ചേഴ്സ് ഇറക്കിയ ഒരു പുസ്തകമുണ്ടായിരിക്കും. ആ പുസ്തകം നോക്കിയിട്ടായിരിക്കും ആ വസ്തു നമ്മൾ നന്നാക്കിയെടുക്കുക. എന്നാൽ മനുഷ്യൻ ഇവിടെ ഏതെങ്കിലും ഫാക്ടറി നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവല്ല, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് മനുഷ്യനൊരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവ് മനുഷ്യരെ ഈ ഭൂമി ലോകത്തേക്ക് പടച്ചയച്ചപ്പോൾ തന്നെ അവരെങ്ങനെ ജീവിക്കണമെന്ന കൃത്യമായ ഒരു മാനുവൽ, ഒരു കൈപ്പുസ്തകം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ആ കൈപ്പുസ്തകത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അത് മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് അവരുടെ കാലഘട്ടത്തിൽ ഓരോ വേദങ്ങൾ കൊടുത്തു. അതിൻ്റെയൊക്കെ പൂർത്തീകരണമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ കടന്നു വന്നിട്ടുള്ളത്. ആ വിശുദ്ധ ഖുർആൻ, അതിലുള്ള മാർഗനിർദ്ദേശം മനുഷ്യൻ സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യന് സ്വസ്ഥതയുണ്ടാവുകയുള്ളൂ, സമാധാനമുണ്ടാവുകയുള്ളൂ. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ ആര് അതിനെ പിൻപറ്റുന്നുവോ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല, അവർക്ക് വിഷമിക്കേണ്ടി വരില്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഇന്നൊരു മനപ്രയാസം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ മനപ്രയാസം അവന്റെ സ്രഷ്ടാവിന്റെ മാർഗനിർദ്ദേശം ലംഘിച്ചത് കൊണ്ടാണ്. അവൻ ലഹരിക്കടിമയായത്, അവൻ വ്യഭിചാരത്തിന് അടിമയായത്, അവൻ പോൺ സൈറ്റിന് അടിമയായത്, എല്ലാ വൃത്തികേടുകളിലേക്കും അവൻ പോയത് അള്ളാഹു വെച്ച ചില മാർഗനിർദ്ദേശങ്ങൾ അവൻ ലംഘിച്ചതാണ്. കാരണം ഏതെങ്കിലും കുടുംബങ്ങളിൽ നിന്ന് അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഈ മാർഗനിർദ്ദേശം അവർ ലംഘിച്ചതാണ്. കാരണം ഏതെങ്കിലും ഒരു മഹല്ലിൽ ഇന്ന് അസ്വസ്ഥതയുണ്ട് എങ്കിൽ ആ മഹല്ലിൽ ഈ മാർഗനിർദ്ദേശം അവർ ലംഘിച്ചതാണ്. അതിൻ്റെ കാരണം ഏതെങ്കിലും ഒരു സമൂഹം ഇന്ന് അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സമൂഹം അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശം കൈവിട്ടതാണ്. അതിൻ്റെ കാരണം ഏതെങ്കിലും രാഷ്ട്രത്തിൽ ഇന്ന് അസമാധാനം കൊടികുത്തി വാഴുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ആ നാട്ടിൽ വ്യഭിചരിക്കപ്പെട്ടപ്പോഴാണ് ആ പ്രശ്നങ്ങൾ അവരിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, നിങ്ങൾ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എൻ്റെ മാർഗനിർദ്ദേശം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല. അതിൻ്റെ മറുവശം എന്താ? ഇത് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, നിങ്ങൾ വിഷമിക്കേണ്ടി വരും. അതാണ് ഇന്ന് മാനവത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ, ആ കുടുംബങ്ങളിലേക്ക് ശാന്തി കൊണ്ടുവരാൻ ഈ വിശുദ്ധ ഖുർആനിന്റെ മാർഗനിർദ്ദേശങ്ങൾ ആ വീടുകളിലേക്ക് എത്തിക്കുകയല്ലാതെ മറ്റു പരിഹാരങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. ആ ഉത്തരവാദിത്തമാണ് ഈ ഫാമിലി കോൺഫറൻസുകൾ ഇന്നിവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതം നന്നാകണമെങ്കിൽ ഈ ലോകത്തിന് ശേഷം മറ്റൊരു ജീവിതം ഉണ്ട് എന്ന് ഉറച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇതല്ല ജീവിതം, ഇത് പരീക്ഷണമാണ്. ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടെങ്കിൽ ഞാൻ പറയാം, അടുത്ത കാലത്തൊന്നും അടുത്ത രണ്ടാമത് മനുഷ്യന് ശേഷം ഒരു ജീവിതമൊന്നും ഇല്ല എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നതെങ്കിൽ ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലാണോ? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം എന്താ? ഇപ്പം ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ നമ്മളോട് അനുവാദം ചോദിക്കാതെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങും, നമ്മുടെ കാതിൻ്റെ കേൾവി കുറഞ്ഞു പോകും, നമ്മുടെ തലമുടികൾ നിരക്കാൻ തുടങ്ങും. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ തലമുടി നിരക്കുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു പോകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കുകയല്ലാതെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? കാതിൻ്റെ കേൾവിയെ കുറഞ്ഞു പോകുമ്പോൾ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടോ? ഈ ഞരമ്പുകൾ ചുളിഞ്ഞു പോകുമ്പോൾ അതിനെ പഴയ അവസ്ഥയിൽ നമുക്ക് നിലനിർത്താൻ കഴിയുമോ? അതിന് കോസ്മെറ്റിക് വസ്തുക്കൾ ഉപയോഗിച്ചേക്കാം, പക്ഷെ അതൊരു ദിവസമോ 2 ദിവസമേ ആയുസ് ഉണ്ടാവുള്ളൂ. ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നാൽ ആളെ തന്നെ നമുക്ക് തിരിച്ചറിയില്ല. പിന്നെ ചെല്ലുമ്പോൾ തലമുടിയൊക്കെ വെളുത്ത് ആകെ അസ്വസ്ഥനായി, ഇയാളെന്താ ഭയങ്കര മാറ്റം മാറിയല്ലോ. അത് ദിവസം എന്താണ് കോസ്മെറ്റിക് സാധനം കൊണ്ട് കുളിപ്പിച്ചിട്ടാണ് പുറത്തിറങ്ങല്. അപ്പം മനുഷ്യൻ്റെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആന്തരാവയവങ്ങളുടെയും നമുക്ക് നമ്മുടെ സംവിധാനങ്ങളുടെയും നിയന്ത്രണം നമ്മുടെ അടുക്കലല്ല. എത്ര മരണങ്ങൾ നമ്മൾ കണ്ടു. അറ്റാക്ക് വന്ന് ആ രോഗിയെയും കൊണ്ട് വളരെ സ്പീഡിൽ പാഞ്ഞുകൊണ്ട് ഡോക്ടറുടെ മുമ്പിൽ നമ്മൾ എത്തുന്നു.
ആരോഗ്യവാനായ ഡോക്ടർ അദ്ദേഹത്തെ കിടത്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. ആ തിയേറ്ററിൽ ഓപ്പറേഷൻ നിർവഹിച്ച് കഴിഞ്ഞ് ആ ഡോക്ടർ ഇങ്ങ് തിരിഞ്ഞ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തതാ ഡോക്ടർ അവിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അറ്റാക്ക് ഉണ്ടായി മരിക്കുന്നു. ഈ മനുഷ്യൻ വീണ്ടും ജീവിച്ചു മുന്നോട്ട് പോകുന്നു. എന്തു മനസ്സിലായി? ഹൃദയത്തെക്കുറിച്ച് അങ്ങേയറ്റം ആഴത്തിൽ പഠിച്ച ആ ഡോക്ടർക്ക് പോലും തൻ്റെ ഹൃദയം ഏത് സമയത്ത് നിലച്ചു പോകുമെന്ന് പറയാൻ സാധ്യമല്ല. അതേ, മരണം ഏത് സമയത്ത് വരുമെന്ന് പറയാൻ ഒരു നിഷേധിക്കും പറയാൻ കഴിയില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ് അവർക്കുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകുന്നത്. ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന, ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തവനാരോ ഫഖദ് ഫാസ്, അവനാകുന്നു യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവെന്ന് പറയുന്നത് നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാകുന്നു എന്നാണ്. എത്ര ഗംഭീരമായിട്ടാണ് ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നോക്കൂ നിങ്ങൾ. ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെയല്ല, ഇതൊരു പരീക്ഷണമാണ്. നമ്മളൊരു പരീക്ഷാ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൻസർ ചെയ്യുക എന്നതാണ് ആ പരീക്ഷാ ഹാളിലെ നമ്മുടെ ഡ്യൂട്ടി. ഇതുപോലെ ഈ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹ് നമുക്ക് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിന് സ്രഷ്ടാവുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവനെ മാത്രം ഇബാദത്തെടുത്ത് അവനോട് മാത്രം പ്രാർത്ഥിച്ച് ജീവിക്കുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല. അപ്പം നമ്മളിവിടെ വന്നത് അള്ളാന്റെ തൃപ്തി നേടി മരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ജീവിതം എവിടെയാണ്? അത് മരണത്തിന് ശേഷമാണ്. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇവിടെ അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിച്ച് ആ ജീവിതത്തിൽ വിജയിച്ച ആളുകൾക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കാം, അല്ലാത്ത ആളുകൾക്ക് കത്തിജ്വലിക്കുന്ന നരകമാണ്. യസ്ലൗനഹാ യൗമദ്ദീൻ, അന്നേ ദിവസം അവർ അതിൽ കടന്ന് എരിയുക തന്നെ ചെയ്യുമെന്നാണ്. സഹോദരങ്ങളെ, ഈ ലോകത്ത് പലരും ഫൈനൽ എക്സിറ്റ് എന്നാണ് പലപ്പോഴും ആത്മഹത്യക്ക് അപരനാമമായി പറയാറുള്ളത്. എല്ലാ പ്രശ്നത്തിൽ നിന്നും മോക്ഷം കിട്ടുന്ന വഴിയാണെന്ത്? ആത്മഹത്യ ചെയ്യുക എന്നുള്ളത്. ആത്മഹത്യ ചെയ്താൽ പിന്നെ ഒരു പ്രശ്നമല്ല. എന്നാൽ ഓർത്തു വെച്ചോ, നരകത്തിൽ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. അവിടെ ജീവിതവുമില്ല, മരണവുമില്ല. ജീവിക്കൂല മനുഷ്യൻ, മരിക്കാനും കഴിയില്ല. എല്ലാ കാലത്തും ആ നരകാഗ്നിയിൽ കിടന്ന് എരിയേണ്ടി വരും. അപ്പൊ സഹോദരങ്ങൾ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കലാണ് നമ്മളെ ലക്ഷ്യം. അവിടെയുള്ള പ്രത്യേകത എന്താ അറിയോ? പിന്നെ മരണമില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളിവിടെ IT ഫീൽഡിലും മറ്റു ഫീൽഡിലും ഒക്കെ ജോലി ചെയ്യുന്ന പല ആളുകളുണ്ടാവും. നമുക്ക് കോടികൾ ലഭിച്ചു എന്ന് കരുതുക. പക്ഷെ ആ കോടികൾ എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? നിങ്ങൾ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ നല്ല നല്ല വീടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അടച്ചിട്ട് പോന്നിരിക്കുകയാണ്. എത്ര സമയം നമുക്കതിൽ ജീവിക്കാൻ കഴിയും? അല്ലേ? വലിയ പെരുമ്പറ അടിച്ച് ഹൗസ് വാമിങ് നടത്തി ജീവിതത്തിലേക്ക് കടന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഒരാഴ്ച മാത്രമാണ് ആ വീട്ടിൽ പലർക്കും ജീവിക്കാൻ കഴിഞ്ഞത്. പിന്നെ അവരുടെ ആ സ്വീകരണ റൂമിൽ അവരുടെ മയ്യത്ത് വെച്ച് ജനങ്ങൾ മുഴുവനും ആ മയ്യത്തിൻ്റെ ചുറ്റും കണ്ട് ഇറങ്ങിപ്പോകുന്ന രംഗം നമ്മൾ എത്ര കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ എന്തൊക്കെ സമ്പാദിച്ചാലും അത് അധിക കാലം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. എന്നാൽ സ്വർഗം എന്ന് പറയുന്നത് നമുക്ക് എന്നും ജീവിക്കാനുള്ളത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ആ സ്വർഗവും നരകവും ഉണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കുക. അത് ജീവിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൻ്റെ പളവളപ്പിൻ്റെ പിന്നാലെ നമ്മൾ പോകൂല. നേരത്തെ പറഞ്ഞ ആശയങ്ങളൊന്നും നമ്മളെ സ്വാധീനിക്കില്ല. അപ്പോൾ നല്ല വ്യക്തികളാവും. അപ്പോൾ നല്ല കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. ആ കുടുംബം ഉണ്ടാവുമ്പോൾ നല്ല സമൂഹം ഉണ്ടാവും. അപ്പോൾ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. എത്ര നല്ല പ്രാർത്ഥനയാണിത്. റബ്ബേ, ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നല്ല ഒരു അവസ്ഥ തരണം. ആ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തി രക്ഷിക്കണം. അപ്പോൾ ഈ വിശ്വാസം അനുസരിച്ച് ജീവിച്ചാൽ, ചില ആളുകൾക്കുണ്ട് ഈ മതപരമായ നിഷ്ഠകളും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുമായൊക്കെ ബന്ധപ്പെട്ട് പെരുമാറി ജീവിച്ചാൽ എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഇങ്ങോട്ട് പോകാൻ കഴിയില്ല, അത് കാണാൻ പറ്റില്ല, ഇത് കാണാൻ പറ്റില്ല, എന്തോ ഒരു ജയിലിലിട്ട പോലെയാണ് ജീവിതം, എനിക്ക് ലൈഫ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സഹോദരങ്ങളെ, എല്ലാ തിന്മകളുടെ പിന്നാലെയും പോയാൽ അവിടെയാണ് ലൈഫ് ഇല്ലാതിരിക്കുക. മദ്യത്തിന് അടിമയായി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അയാൾ ലഹരി ഉപയോഗിക്കും. അപ്പോൾ ബോധം നഷ്ടപ്പെടും. അപ്പോൾ അയാൾക്കൊരു സുഖം ഉണ്ടാവും.
പക്ഷെ ബോധം തിരിച്ചു വരുന്നതോടുകൂടി അയാളെ പ്രശ്നമൊക്കെ വീണ്ടും ഓർമ്മ വരും. വീണ്ടും അതിനേക്കാളും ഡോസിൽ ലഹരി ഉപയോഗിക്കേണ്ടി വരും. എന്നായൊക്കെ സമാധാനം ഉണ്ടാവുക? എന്നാൽ അള്ള വെച്ച നിയന്ത്രണങ്ങൾക്കുള്ളിൽ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ സംതൃപ്തമായൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റും. ഏത് സമയത്ത് മരിച്ചാലും നാളെ പരലോകത്ത് സുന്ദരമായ സ്വർഗത്തിൽ നമുക്ക് എല്ലാ കാലത്തും ജീവിക്കാനും പറ്റും. ഇതാണ് ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിന് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്ത് എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും, നിഷ്ഫലമായി പോകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ആ പടച്ചോനല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ അല്ലാതെ കറകളഞ്ഞ തൗഹീദിൻ്റെ വക്താക്കളാകുക. അതോടൊപ്പം ഏത് സമയത്തും ആര് കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ഓർമ്മയോടുകൂടി വീട്ടിലെ മകനും മകളും ഭാര്യയും ഭർത്താവും മറ്റുള്ളവരും എല്ലാവരും ജീവിച്ചാൽ എത്ര ഭംഗിയുള്ള ജീവിതമാവും. ആരെയും നിയന്ത്രിക്കേണ്ട കാര്യമില്ല. ഇന്നെല്ലായിടത്തും അച്ചടക്കം ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തു ഏതാ? CCTV ക്യാമറകളാണ് അല്ലേ? ഏത് ഷോപ്പിലും ഏത് അങ്ങാടി ഏത് സ്ഥലത്തും ഏത് ഗതാഗതക്കുരുക്കിലും ഒക്കെ മനുഷ്യന്മാരെ നിയന്ത്രിക്കാനുള്ള സംവിധാനം CCTV ക്യാമറയിൽ. അതെന്തായാലും തത്വം? എന്നെ ഒരാൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു മനുഷ്യന് ഓർമ്മ വരുമ്പോൾ അവൻ അച്ചടക്കമുള്ളവനാവും. എന്നാൽ ഈ നിരീക്ഷണ ക്യാമറകൾക്കൊക്കെ പരിമിതിയുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്ന് സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ ലോകം മുഴുവൻ നിശ്ചലമാകുന്ന അവസ്ഥയാണ്. എന്നാൽ ഒരു തകരാറും വരാതെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഒരു മയക്കമോ ഉറക്കമോ ഒന്നുമില്ലാതെ സദാസമയവും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാൻ, ആ അള്ളാ എന്നെ കാണുന്നുണ്ട് എന്നൊരു ഓർമ്മ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും ഉണ്ടായാൽ ആ കുടുംബം രക്ഷപ്പെട്ടു. പിന്നെ അവരൊരു തെറ്റിലേക്കും തിന്മയിലേക്കും പോവില്ല. ആ കാഴ്ചപ്പാട് പകർന്നു നൽകാനാണ്, ആ ബോധം പകർന്നു നൽകാനാണ് കേരളത്തിൻ്റെ 8 ദിക്കുകളിലും ഈ ഫാമിലി കോൺഫറൻസ് നമ്മൾ പ്രഖ്യാപിച്ചത്. ലിബറലിസത്തിൻ്റെ ആ ആഞ്ഞടിച്ചു വരുന്ന ലിബറലിസത്തിൻ്റെ തിരമാലകൾക്ക് നടുവിലുള്ള ജീവിതമാകുന്ന നൗകയെ പരിക്കു പറ്റാതെ അങ്ങേക്കരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉള്ളത്. അതുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് വന്നു ചേർന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നു, ഇതൊരു തുരുത്താണ്. ഈ ഒരു IT നഗരത്തിൽ നിങ്ങൾ താമസിക്കുമ്പോൾ ജീവിക്കുമ്പോൾ ഇവിടെയുള്ള മായാ കാഴ്ചകളിൽ അകപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ചിന്നിച്ചിതറിപ്പോകാതിരിക്കാൻ, നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിഷ്പ്രഭമായി പോകാതിരിക്കാൻ അള്ളാഹുവിനെ ഓർമ്മയോടുകൂടി ഈ പരലോകത്തെക്കുറിച്ച് ഓർമ്മയോടുകൂടി ജീവിക്കുവാൻ ഒരു തുരുത്ത് ആവശ്യമാണ്, ഒരു പിടിവള്ളി ആവശ്യമാണ്, ഒരു കയർ ആവശ്യമാണ്. കാറ്റിൽ ആടി ഉലയുമ്പോഴും ഒരു മരത്തെ പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ വേരുകളാണ്. അതുപോലെയുള്ള വേര് നമുക്ക് ആവശ്യമാണ്. ആ വേരിന്റെ പേരാണ് പള്ളി എന്ന് പറയുന്നത്. ആ വേരിന്റെ പേരാണ് മദ്രസ എന്ന് പറയുന്നത്. ആ വേരിന്റെ പേരാണ് ഇസ്ലാമിക പ്രസിദ്ധീകരണം എന്ന് പറയുന്നത്. ആ വേരിന്റെ പേരാണ് ജാമിയ അൽ ഹിന്ദ് എന്ന് പറയുന്നത്. ആ വേരിന്റെ പേരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആ വേരിന്റെ പേരാണ് വിസ്ഡം യൂത്ത് എന്ന് പറയുന്നത്. ആ വേരിന്റെ ആ പിടിവള്ളിയുടെ പേരാണ് വിസ്ഡം സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ വിസ്ഡം സ്റ്റുഡൻസിനോടൊപ്പം സഞ്ചരിക്കട്ടെ, നിങ്ങളുടെ പെൺകുട്ടികൾ വിസ്ഡം ഗേൾസിനോടൊപ്പം ഉണ്ടാകട്ടെ, നിങ്ങളുടെ സ്ത്രീകൾ വിസ്ഡം ലേഡീസിനൊപ്പം ഉണ്ടാകട്ടെ. നമ്മൾ ഓരോരുത്തരും ഈ സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക. അത് സംഘടന വളർത്താൻ വേണ്ടിയല്ല, ഈ ഒരു ലിബറലിസത്തിന്റെ മതനിരാസത്തിന്റെ ഈ ഒരു മായാ കാഴ്ചയിൽ അകപ്പെട്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ഇങ്ങനെയുള്ള ഒരു തുരുത്തിനോടൊപ്പം യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത്, നിങ്ങൾ സത്യം ഉൾക്കൊള്ളണമെന്ന് മാത്രമല്ല പറഞ്ഞത്, ആ സത്യവാന്മാരോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക കൂടി വേണം. അതാണ് ഈ കൂട്ടായ്മയോടൊപ്പം, ഈ ബാംഗ്ലൂരിലെ ഈ പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളോടൊപ്പം, ക്ലാസുകളോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക. നിങ്ങൾ ഒറ്റപ്പെട്ട സമയത്തും നിങ്ങൾക്ക് ഈ സമാധാന സന്ദേശം നൽകുന്ന പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊന്നും ഈ സംഘടന വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, നിങ്ങളുടെ ഈ വിശ്വാസം മരണം വരെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു തുരുത്തായി
ഇതിനെ നമ്മൾ കാണുക, അങ്ങനെ മുന്നോട്ട് പോവുക. അള്ളാഹുവിന്റെ പേരിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.